വയനാടിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതിൻ്റെ ഒരു ധീര നേതൃത്വത്തെ സൃഷ്ടിക്കാനും അതോടൊപ്പം രാജ്യത്തെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള രാജ്യതാൽപര്യ പോരാട്ടത്തിനും വേണ്ടിയിട്ടുള്ള വോട്ട് രാവിലെ തന്നെ ചെയ്തു. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5 ലക്ഷത്തിലധികം മഹാഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന ആവേശകരമായ ഒരു ട്രെൻഡിങ്ങിലേക്ക് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായി ഇന്നത്തെ ദിവസം, ഈ വോട്ടെടുപ്പ് ദിവസം മാറും. വലിയ ആവേശത. ഇന്നലെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം, ഈ ബൂത്തുകൾ അലങ്കരിക്കലും മറ്റു കാര്യങ്ങളൊക്കെയായി ഞങ്ങൾ ഓരോ ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതായ ആവേശമാണ് എല്ലായിടത്തും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി UDFൻ്റെ പ്രവർത്തകരും വയനാട്ടിലെ ജനാധിപത്യ സമൂഹവും ഇന്നത്തെ ദിവസം കാത്തു നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും അതുപോലെ വയനാട് പ്രകൃതി ദുരന്തമുണ്ടായി, ആ പ്രകൃതി ദുരന്തത്തിൽ വയനാടിനോട് കാണിച്ച മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിനുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഇന്ന് വയനാട് ജനത ബൂത്തുകളിൽ നിർവഹിക്കും. ഇപ്പോൾ ഈ പുറമെ, അതായത് അന്യസംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കും കൃഷിക്കൊക്കെയായി പോയ ആളുകളെ തിരിച്ചെത്തിക്കാൻ കോൺഗ്രസ് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടല്ലേ? നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പുറത്തു പോയ വോട്ടർമാർ, കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാതിരുന്ന ആളുകൾ, അതുപോലെ പുറത്ത് പഠിക്കാൻ പോയ, ജോലിക്ക് പോയ ആളുകൾ, അവരോടൊക്കെ പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ ഞങ്ങളതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ക്യാമ്പയിൻ UDF ആവിഷ്കരിച്ചു. അത് നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ദേശീയ തലത്തിൽ പ്രിയങ്കയുടെ ഒരു വരവ് വളരെ പ്രധാനപ്പെട്ടതായി കോൺഗ്രസ് കരുതുന്നുണ്ടല്ലോ. ഒരു സംശയം, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് നിർഭയത്വത്തോടുകൂടി, ഇപ്പോൾ വയനാട് പാർലമെൻറ്റിൽ 6 മാസത്തിലധികം MP ഇല്ലായിരുന്നു. സൂറത്തിലെ H വർമ്മയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിന്യായമായിരുന്നു കാരണം. അതിലേക്ക് നയിച്ചതായ പ്രധാനപ്പെട്ട കാരണം പാർലമെൻറ്റിനകത്ത് രാഹുൽ ഗാന്ധി നടത്തിയ നിർഭയമായ പോരാട്ടമാണ്. ആ നിർഭയമായ പോരാട്ടത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി നിർഭയത്വത്തോടുകൂടി സംസാരിക്കാനുള്ള മറ്റൊരു പാർലമെൻറ്റ് അംഗം കൂടി ആവേശത്തോടു കടന്നു വരികയാണ്. അത് ജനാധിപത്യത്തിനും ഭരണഘടനാ സംരക്ഷണത്തിനും കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. വളരെയധികം രാജ്യത്തെ ജനാധിപത്യത്തിന് ഉൾക്കരുത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഘടകമാണ് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെൻറ്റിലേക്കുള്ള കടന്നുവരവ്. അതിന് വയനാട് ഇടവന്നു എന്നുള്ളത്, അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. വയനാടൻ ജനാധിപത്യ സമൂഹത്തിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം, ഞാനൊരു കാര്യം കൂടെ പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇന്ന് വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് സമ്മാനിക്കും. അതുപോലെ തന്നെ പോളിംഗ് ശതമാനത്തിലും വലിയ കുറവുണ്ടായിരുന്നു. അത് കോൺഗ്രസ് അതിൻ്റെ ഒരു വിലയിരുത്തൽ ഏതായാലും ജയിക്കുമല്ലോ എന്നൊരു ആലസ്യം ഉണ്ടായിരുന്നു. ഇത്തവണ പോളിംഗ് ശതമാനവും ഭൂരിപക്ഷവും വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പോളിംഗ് ശതമാനം നല്ല രീതിയിൽ ഗണ്യമായി വർദ്ധിക്കും. 2, ഭൂരിപക്ഷവും ഗണ്യമായി വർദ്ധിക്കും. ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ വോട്ടും നേതാക്കന്മാരുടെ വീടുകളിലെ വോട്ടുൾപ്പെടെ പ്രിയങ്ക ഗാന്ധിക്ക് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഞങ്ങളുടെ വ്യക്തിപരമായ സംഭാഷണത്തിൽ, പാർട്ടി പ്രവർത്തകന്മാരുടെ വ്യക്തിപരമായ സംഭാഷണത്തിലൊക്കെ അതിൻ്റെ ഉള്ളടക്കമുണ്ട്. ഭൂരിപക്ഷം 5 കവിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങളതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തിയപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ജനങ്ങൾ ബൂത്തുകളിലേക്ക് ഇറങ്ങി. നല്ല പ്രതികരണമാണ് എല്ലായിടത്തും ഉള്ളത്.